കുറച്ച് ഒഴിക്കുകയാണ് ഗൈസ്. മതി 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 കണ്ടല്ലോ ഗൈസ്. വെൽക്കം ടു മൈ ചാനൽ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു റെസിപ്പിയാണിത്. പച്ചപ്പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഹഫ്സിയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശ്രീനു ചേച്ചിയുടെ പുളിശ്ശേരി നല്ല ടേസ്റ്റാണ്, അതൊന്ന് ഇടൂ പറഞ്ഞു. ഈ വീഡിയോ ഹഫ്സിയാണ് എന്നോട് ആദ്യം പറഞ്ഞത്. പിന്നെ ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെ വീഡിയോ ഇട്ടപ്പം അത് കണ്ട കുറേ ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് തൈരാണ് നമ്മൾ ഇത് അര ലിറ്റർ തൈരാണ്. ഇത് 1/2 ലിറ്റർ തൈരിനാണ് ഞാനിന്ന് പുളിശ്ശേരി ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിൽ നമ്മൾ എന്താ പറയുക, തേങ്ങ അരയ്ക്കുമ്പോൾ ഇത് അരഞ്ഞില്ലെങ്കിൽ ഇതിനകത്തുനിന്ന് കുറച്ച് ഒഴിച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് പിന്നെ ഫ്രിഡ്ജിലിരുന്ന് നല്ല പൊട്ട ഫ്രിഡ്ജ് ആയത് കാരണം അങ്ങ് ഐസ് ഡയറക്റ്റായിട്ട് താഴോട്ടും വന്ന് അങ്ങ് ഐസായിരിക്കുകയാണ്. വേണ്ട 1/2 ലിറ്റർ തൈരാണിത്. ഈ 1/2 ലിറ്റർ തൈരിന് പച്ചപ്പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം. 1/2 ലിറ്റർ തൈരിന് 1/2 മുറി തേങ്ങ, അതാണ് കണക്ക്. അപ്പോൾ 1 മുറി തേങ്ങയാണേ. നാളികേരം എൻ്റെ വായി വരും, ആമി എന്നെ തിരുത്തും, അതുകൊണ്ടാണ് ഞാൻ പറയാറ്. 1 മുറി തേങ്ങയാണ്. തേങ്ങ എന്ന് പറഞ്ഞാൽ നാളികേരം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ ആണ്, പക്ഷെ എനിക്ക് പെട്ടെന്ന് വായിൽ അങ്ങനെ വരും നാളികേരമൊന്നും. ഫ്രിഡ്ജിലിരുന്ന തേങ്ങയാണ്. ഞാൻ തിരിങ്ങിയിട്ട് ബാക്കി വരുന്നത് ഒന്നുമല്ല, ഇത് യശോ തിരിങ്ങിയതാ. അയ്യടാ, എന്താ 2 കഷ്ണം വെളുത്തുള്ളി ഇട്ടത് കണ്ടോ? കാണാവുന്നുണ്ടോ? കാണുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ്. ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയായിട്ട് ചേർക്കാം. എനിക്കിവിടെ പേസ്റ്റ് ആണ്, ജിഞ്ചർ പേസ്റ്റ്. ഞങ്ങൾ അരച്ച് വെക്കും. അരച്ചല്ല, ചതച്ച് വെക്കും. 1/2 സ്പൂൺ ജീരകം പൊടിച്ചത്. എല്ലാം പൊടി ആയതുകൊണ്ട് പൊടിയാണ് ചേർക്കുന്നത്. ഞങ്ങളെല്ലാം പൊടിച്ച വെക്കാറ്. പിന്നെ മഞ്ഞപ്പൊടി. സാധാരണ ഈ പച്ചപ്പുളിശ്ശേരിക്ക് മഞ്ഞപ്പൊടി ചേർക്കാറില്ല, പക്ഷെ പുളിശ്ശേരി നമ്മൾ മഞ്ഞ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും മഞ്ഞ കളറിൽ കാണുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിനെ ഷോർട്ടാക്കി മോരെന്ന് പറയും. മോര് കാച്ചി പച്ചപ്പുളിശ്ശേരി ചെയ്ത് മോര് കാച്ചിയതല്ല, അത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നതാണ്. ഇത് അടുപ്പിൽ വെക്കില്ല. അപ്പോൾ മഞ്ഞപ്പൊടി, പക്ഷേ പ്യുവർ മഞ്ഞ ആയിരിക്കത്തില്ല. ഇത് നമ്മൾ കടുക് താളിക്കുമ്പം ഒരു റെഡിഷും കൂടെ ആക്കും ഇതിനെ. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കുന്നതിനുണ്ട് പച്ചപ്പുളിശ്ശേരിക്ക് പ്രത്യേകത. ഓക്കെ, കറിവേപ്പില അരയ്ക്കുന്നതിനാണേ, കറിവേപ്പിലയും കൂടെ ചേർക്കും. എന്നിട്ട് ഇനി അരച്ചെടുത്തിട്ട് ഇത് ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് അരയ്ക്കും. അത് കഴിഞ്ഞിട്ട് അരഞ്ഞില്ലെങ്കിൽ കുറച്ച് തൈരൊഴിച്ച് അരച്ചെടുക്കും. വെള്ളം ചേർക്കില്ല, തൈരൊഴിച്ച് അരച്ചെടുക്കും. ഓക്കെ, ഇങ്ങനെ ചതഞ്ഞു വന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ തൈരൊഴിക്കും. തൈരൊഴിച്ച് ഇത് അരച്ചെടുക്കും. കുറേശ്ശെ ഒഴിച്ച്, ഒരുപാട് ഇട്ട് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച്. തൈര് ഒഴിച്ച് ഇത്രയും അരച്ചു. പക്ഷേ എന്നിട്ടും കുറച്ചും കൂടെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. നല്ല മഷി പോലെ അത്രയും ഇതായിട്ട് അരഞ്ഞു വരണം. എങ്കിലേ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ശരി, ഒന്നുകൂടെ അരയ്ക്കട്ടെ. സൂപ്പറായിട്ട് അരഞ്ഞു വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ തൈരുണ്ടല്ലോ ബാലൻസ് ഉള്ളത്, അതും കൂടെ ഒഴിച്ച് അരച്ചെടുക്കണം. അല്ലെങ്കിൽ അതിങ്ങനെ കഷ്ണം ഇങ്ങോട്ട് കാണിക്കും, കട്ടയായിട്ട് മോരായിട്ടിരിക്കുകയല്ലോ, അതാ കട്ട പോലെ ഉണ്ടല്ലോ, അതങ്ങനെ ചേർക്കാൻ പാടില്ല. അതും കൂടെ ആ മിക്സിയിലിട്ട് നമ്മളിഞ്ഞ് ഇത് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ച് ഒഴിക്കുകയാണേ. ഇനി നമ്മൾ വെള്ളം ചേർക്കാൻ പറയുന്നത് ഈ മിക്സി ഉണ്ടല്ലോ, മിക്സിയിലൊന്ന് കുലുക്കി അതിലേക്ക് ഒഴിക്കും. ഒരു ശകല, ഒരു തുള്ളി, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇതിൽ വെള്ളയെ ചേർക്കില്ല. ഇതിലോട്ട് കാണിക്കും, വേണ്ടോ? അന്ന് പിന്നെ കറിവേപ്പില അതിൽ കിടക്കുന്ന ഏതാ, മിക്സി ഒന്ന് കഴുകിയില്ല എന്നുള്ള വിഷമം വേണ്ട വെച്ചിട്ട് ദാണ്ട് ഇത്രയും വെള്ളവേ നമ്മൾ അതിൽ ചേർക്കുന്നുള്ളൂ. വളരെ കുറച്ച് വെള്ളമേ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇങ്ങനെ നല്ല കൊഴുത്തിരിക്കണം, എങ്കിലേ രസം ഉണ്ടാവും. നമ്മൾ കാച്ചിയ മോര് പോലല്ല പച്ചമോര്.
പച്ചപ്പുളിശ്ശേരി. കാച്ചുന്നതിന് നമ്മൾ ഇച്ചിരിയും കൂടെ ഒക്കെ ഇതാക്കുക. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. ഇത്രയും നല്ല തിക്കായിട്ടുണ്ടാവണം. നല്ല ചൂടാവുമ്പോൾ മതിയല്ലോ. പച്ചപ്പുളിശ്ശേരിക്ക് നമുക്ക് ഇനി കടുക് താളിക്കാം. കടുക് താളിക്കാനായിട്ട് ഒരു 2 വലിയ സ്പൂൺ എണ്ണ. നമ്മുടെ ജനല് നന്നായിട്ട് കാണുന്നുണ്ട്. എണ്ണയ്ക്കകത്തിടോ. ശരി. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ പുറകോട്ട് നിൽക്കുക. സാധാരണ കടുക് കളിക്കുന്ന പ്രൊസീജിയറൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഞ്ഞ നിറത്തിനെ ഒന്ന് മാറ്റാൻ നമ്മളൊരു സിമ്പിൾ കാര്യം കടുക് താളിക്കുന്നതിൽ ചെയ്യാതെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ നമ്മൾ കാച്ചുന്നതിൽ ചെയ്യില്ല കേട്ടോ. അടുപ്പയിൽ വെച്ച് കാച്ചുന്ന മോരിനകത്തോട്ട് നമ്മളത് ചെയ്യില്ല. പിന്നെ പച്ചപ്പുളിശ്ശേരിക്ക് മാത്രം ഈ മഞ്ഞ കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മുകളിലങ്ങനെ. പിന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് മറന്നുപോയി. ഉലുവ ചേർക്കണം. ആമി ഇങ്ങോട്ട് കാണിക്കും. നമ്മൾ ആ ഗോതമ്പിൻ്റെ തേങ്ങ അരയ്ക്കുമ്പോൾ ജീരകപ്പൊടിയുടെ കൂടെ നമ്മൾ കുറച്ച് തോനെ ഒരു സ്പൂൺ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചേർക്കണം. ഞാനത് ആ തേങ്ങ അരച്ചപ്പോൾ മറന്നു പോയതാണ്. അങ്ങനെ തേങ്ങ അരച്ചപ്പോൾ മറന്നു പൊടിയായിരുന്നു. അതല്ല പൊടിയല്ല എങ്കിൽ നമ്മൾ കടുക്, എന്നാലും പൊടി ചേർക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. ആ പച്ചപ്പുളിശ്ശേരിക്ക് അത് അത്യാവശ്യമാണ്. നല്ലതുപോലെ ഉലുവ ചേർക്കുക എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമാണ്. ചെറിയ കടുക് താളിക്ക ഒരെണ്ണമൊക്കെ ഉള്ളെങ്കിൽ ഞാൻ ഈ പാത്രത്തിലാണ് കടുക് താളിക്കുന്നത്. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ഇതാവാനൊരു താമസം. മാമിക്ക് കടുക് താളിക്കുന്ന മണം ഇഷ്ടമാണോ മാമി? ഇഷ്ടാണ്. സമ്മതമല്ല. അല്ല, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല. നമ്മള് മഞ്ഞ കളറങ്ങ് മാറാൻ വേണ്ടിയിട്ട് ഈ ഇത്രയും മുളക് പൊടി ഈ കടുക് താളിക്കുന്നതിൽ ചേർക്കും. അതിനുശേഷം കടുക് ഇങ്ങനെ ചെയ്തതിന് ശേഷം അതൊന്ന് മൂത്ത് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിയ സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കടുക് താളിച്ചതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ. അപ്പോൾ ഇപ്പം അതറിയില്ല, നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഒരു ചുവന്ന കളറായിരിക്കും. പിന്നെ നമ്മൾ കോരാൻ നേരം അതങ്ങ് മാറും. എന്നാലും ഇതാണ് പച്ചപ്പുളിശ്ശേരിക്ക് ഞാൻ കൊടുക്കുന്ന കളറ് ഡിസൈൻ. പിന്നെ ശരിക്കും അത് എന്ന് പറഞ്ഞാൽ വെള്ള കളറാണ്, മഞ്ഞളൊന്നും ചേർക്കാതെ. അല്ലാതെ മഞ്ഞൾ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചേർക്കും. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണിച്ചു തരാം. പ്രതീക്ഷിക്കാതെ ഉള്ളൊരു സംഭവമാണിത്. ഇത് അമ്മ, ഞാൻ പറയാറില്ലേ അമ്മ എനിക്ക് ശേഷം നാട്ടിൽ പോയിട്ട് വന്നു. അപ്പോൾ അമ്മ എനിക്ക് കക്ക തോരൻ കൊടുത്തു വിട്ടു. ഞാൻ അന്നേരം അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കക്കാത്തോരനാണിത്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്തിരിക്കുകയാണ്. ഞാൻ ഇനി ഇത് ചൂടാക്കണം. ഇത് അമ്മയുടെ സ്പെഷ്യൽ കക്കാത്തോരൻ. പിന്നെ ആമിക്കും എനിക്കും ഇഷ്ടമുള്ള അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി. ഒട്ടും പ്രതീക്ഷിക്കാതെ യേശോ നാട്ടിലായിരുന്നു, അങ്ങനെ യേശോ ഇപ്പോൾ വന്നതാണ്. അതാണ്ട ചമ്മന്തി. ആമിയുടെ അയനയുടെയും ഫേവററ്റാണ് ഈ ചമ്മന്തി. കണ്ടോ കളർ എന്താടി അങ്ങനെ ഇരിക്കുന്നതെന്ന്? കണ്ടാ, അടിപൊളി ചമ്മന്തി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അമ്മയുടെ ചമ്മന്തിക്ക്. രണ്ടും കൂടെ എടുക്ക്. അപ്പോൾ ഇനി ഇത് അല്ല, ഇനി ചൂടാക്കട്ടെ. ഇത് തണുത്തിരിക്കുകയാണേ, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കൊണ്ടുവന്നതാ. ഇവിടെ ഇത്രയും ദൂരം വരണ്ടേ. അപ്പോൾ നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. കക്കാത്തോരൻ നമ്മൾ ചൂടാക്കാൻ വെച്ചു. ഇന്ന് അടച്ചു വെച്ചൊന്ന് ചൂട് കയറ്റണം. കക്ക കൊണ്ടുവന്നതല്ലേ, ഞങ്ങളങ്ങനെ വെറുതെ കളയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതിലേക്ക് ഞങ്ങൾ കുറച്ച് ചോറിട്ടു. നല്ല ചൂട് ചോറ്, പിന്നെ ചമ്മന്തി, കുറച്ച് ചമ്മന്തി. വളരെ കുറവായിപ്പോയി.
കക്ക തോരൻ കുറവായിപ്പോയി ഇച്ചിട്ട്. ഇതാ കക്ക കണ്ട, കാണുന്നില്ലേടി? ഇതാ കക്ക കണ്ട. നെല്ല് അമ്മ ഇങ്ങനെ എടുക്കാം. ഇതാ കക്ക കണ്ടോ? കക്ക കണ്ടോ? ഇങ്ങനെ കാണിക്കേ. ഇതാണ് കക്ക. അടിപൊളി ടേസ്റ്റാണ്, കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഇനി ഇത് ഞങ്ങളൊന്ന് കഴിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ചിക്കൻ കറി ഉണ്ട്. മറ്റേ ഞാൻ നോക്കിയിരിക്കുമ്പോ ഇങ്ങനെ ഇളക്കി തിന്നുന്നത്. ഇതിൽ ഞാൻ നിനക്കൂടെ തരാൻ വരുമല്ല. ചിക്കൻ കറി ഉണ്ട്, നമ്മുടെ പച്ചപ്പുളിശ്ശേരി ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, അല്ലേ അമ്മി? അതെ. ഓ, കൊതി കിട്ടുന്നതിന് പോക്ക് കൊടുക്കട്ടെ. എൻ്റെ മോളെ, അടിപൊളി ടേസ്റ്റാണ്. കക്ക കിട്ടുമ്പോൾ ആരെങ്കിലും ഒന്ന് തോരൻ വെച്ച് നോക്കണേ, സൂപ്പർ ആട്ടോ. ഞാനും കഴിക്കാൻ കക്കത്തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ വേറെ എവിടെയും തിരഞ്ഞു പോകണ്ട തോരൻ ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ. ഈ പച്ചമുളകിനൊക്കെ എന്താ ടേസ്റ്റ് എന്നറിയോ? ഈ പച്ചമുളകിന് ഇല്ലൊരു മിനിറ്റ് വരുന്നേ. നമ്മൾ ചോറിനാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. അങ്ങനെ വെച്ചോ. എന്തായാലും നമ്മൾ പച്ചപ്പുളിശ്ശേരി ഉണ്ടാക്കിയതല്ലേ, അത് ഒഴിച്ച് കണ്ടോ? പച്ചപ്പുളിശ്ശേരി കണ്ടോ? അവളുടെ പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് ഒഴിക്കുകയാണ് ഗൈസ്. മതി കണ്ടല്ലോ ഗൈസ്, ഇതാണ് പച്ചപ്പുളിശ്ശേരി. ഓക്കെ, ബൈ. നമ്മുടെ പച്ചപ്പുളിശ്ശേരി ഇതാ റെഡിയായി. കളർ കണ്ടോ? റെഡ് കളറായി. പറഞ്ഞില്ലേ മുകളിലൊരു റെഡ് ഷെയ്ഡ് വരും എന്നുള്ളത്, അതാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കുക. ടാറ്റാ.